ഈ പണ്ടത്തെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒപ്പം അഭിനയിച്ചവർ കൂടിയുണ്ടല്ലോ, ഒപ്പം അഭിനയിച്ച നടന്മാർ നടിമാർ അവരൊന്നും ഇപ്പോൾ ഏറിയ പങ്കുമില്ല. ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ട് അത് ആലോചിക്കുമ്പോൾ. ശൂന്യതയല്ല, ആദ്യം ഞാനിത് കാണാൻ തുടങ്ങിയപ്പോൾ അത് ഈ അഭിനയെല്ലാം നിർത്തിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ടി വിയിൽ പടം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാണാത്ത പടങ്ങൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിന് വലിയ വേദന തോന്നിയിരുന്നു. അപ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിരിക്കും സിനിമയെക്കാളും കൂടുതൽ മനസ്സിൽ വരിക. അപ്പോൾ കൂടുതലും മനസ്സിൽ വിഷമം തോന്നിയിരുന്നു. എന്നിട്ടും പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ അറിയാതെ മനസ്സിലൊരു വ്യത്യാസം വന്നത്, മറ്റേത് മരിച്ചവരുടെ കാണല്ലോ നിൽക്കുന്നത് എന്നുള്ള ദുഃഖം മാറിയിട്ട് അവർ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു ഫീലിംഗായി. അപ്പോൾ അതൊരു സന്തോഷമായിട്ട് മാറി സിനിമയിൽ അവരെ കാണുക എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ്, അവർ പടം കാണുമ്പോൾ സ്റ്റിൽ അലൈവ് എന്നുള്ളൊരു സുഖമാണ് മനസ്സിൽ തോന്നുക. അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ. സിനിമ സെറ്റുകളും വലിയ രീതിയിൽ സാറിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാരവൻ കൾച്ചർ വന്നു, അധികം ആളുകളും ഫോണിലേക്കാണ് നോക്കിയിരിക്കുന്നത്. പണ്ടത്തെ ഒരു ലൊക്കേഷൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന സൗഹൃദം അത് ഏത് വിധത്തിലായിരുന്നു? അന്ന് കാരവനൊന്നും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. കാരവനെ കുറിച്ച് ആലോചിക്കാൻ നിവൃത്തിയില്ലായിരുന്നു, ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ കണ്ടൊരു എന്തെങ്കിലും തോന്നിയപ്പോൾ ഏതോ ഒരു ബുദ്ധിമാൻ ഒരു കാരവൻ ഉണ്ടാക്കാൻ നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് കുറേ എന്നെ ഫോളോ ചെയ്യാൻ തോന്നി. പിന്നെ ഒരു കാരവൻ ഒരു കൂടിയെത്തിയിരുന്നൊരു സംഗതിയായിട്ട് മാറി അല്ലേ. ഇപ്പോൾ എന്തിന് നിങ്ങൾ ഫോൺ എടുക്കണം, ഏതാവശ്യവും ഈ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ എന്തെല്ലാമോ പോയതുപോലെ തോന്നും. അതെ, അതുപോലെയാണ് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ വസ്ത്രധാരണം, അതിനെപ്പറ്റിയൊക്കെ എല്ലാവരും നിശിതമായി വിമർശിച്ചിരുന്ന സമയത്ത് മധു സാർ പറഞ്ഞിരുന്നൊരു ഭാഷ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പണ്ടുമുണ്ടായിരുന്നു ഇങ്ങനെ ആളുകൾ സൈഡൊക്കെ ഷേവ് ചെയ്ത് കുടുമി വെച്ച് കമ്മലിട്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മാറ്റം മാത്രമാണ്. ഇതിനെ അത്ര കണ്ട് വലിയ കാര്യമായിട്ട് പെരുപ്പിച്ച് കാണേണ്ടതില്ല എന്നുള്ളത്. യുവത്വത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ യുവാക്കളുടെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതും സ്വഭാവമായിട്ടുള്ളിലുണ്ടല്ലേ. അത് ജസ്റ്റ് ചേഞ്ചസ്. ഈ നേരത്തെ ഇത് കുടുംബം കെട്ടി അഞ്ജന കണ്ണെഴുതി ആനയുടെ തല ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു പാട്ടില്ലേ, മണവാളൻ എത്തുന്നേരം കുടുമയിൽ ചൂടാനൊരു മുല്ലമണിമാല കോർത്തിരുന്നു. അപ്പോൾ അന്നത്തെ സ്റ്റൈൽ ഈ കുടുംബനായിരുന്നു, അത് സ്റ്റൈലാണ്. ഇന്നിപ്പോൾ സ്റ്റൈൽ സൈഡ് പഠിച്ച് കളയുക എന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റൈൽ ഇല്ലേ. അതെ, പണ്ട് സൈഡിൽ അധികം വെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു, കരയുമായിരുന്നു പുള്ളി. വീട്ടുകാർ നിർബന്ധിക്കുമായിരുന്നു കൂടുതൽ വെട്ടിക്കളയാൻ. കാരണം ഇത് കുറേ കഴിയുമ്പോൾ വീണ്ടും വെട്ടേണ്ടി വരുമല്ലോ, ഒരു 2 മാസം കഴിഞ്ഞ് വെട്ടിയാൽ മതി. അതുകൊണ്ട് സൈഡ് വെട്ടുമ്പോൾ സങ്കടമായിരുന്നു പിള്ളേർക്ക്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും വെട്ടി ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് എന്നെപ്പോലെയുള്ള വയസ്സന്മാർക്ക് കാണാൻ നേരത്തെ വൃത്തികേടായിട്ട് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ ഹാൻസം എന്ന് പറയുന്നത് ഇങ്ങനെ 2 സൈഡും വഴിച്ച് കളഞ്ഞവരാണ്. അതൊരു മാറി വരുന്നതാണ് മനുഷ്യന്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളായി ഇപ്പോൾ മൊബൈൽ, OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക, അത് പലപ്പോഴും മധു സാറിൻ്റെ പ്രായവുമൊക്കെ ബന്ധപ്പെടുത്തിയ ആളുകൾ പറയുന്നത് ഇതൊരു വലിയ അപ്ഡേഷനാണ്, ടെക്നോളജിയുമായി മധു സാർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അപ്ഡേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതായത് ടെക്നോളജിയെ പുൽകാനുള്ള ഈ ഒരു ആഗ്രഹം, ഈ ഒരു ഉത്സാഹം മധു സാറിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ആക്റ്റീവായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടർ വന്നിട്ട് പോപ്പുലറായി. അപ്പോൾ എനിക്ക് ഈ ഷൂട്ടിങ് കാരണം അങ്ങനെ തനത്തായിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ അവസാനം ഇവിടെ 3 മാസം ഒരു ഈവനിങ് ക്ലാസ്സിൽ പോയി പഠിച്ചു കമ്പ്യൂട്ടർ പഠിച്ചു. ടെക്നോളജിയോട് ഒരു അടുപ്പമുണ്ട്, ഒരു ഇഷ്ടം. ആവശ്യം ടെക്നോളജി ജീവിതത്തിൽ ഒരു കോമൺ സാധനമായിട്ട് മാറുമ്പോൾ ടെക്നോളജി മനസ്സിൽ അറിവാളിയാവണം എന്നുള്ളതല്ല. ടെക്നോളജി നമുക്ക് വേണ്ടതല്ലേ. മനുഷ്യൻ ഇതില്ലാതെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ, ഈവനിപ്പോൾ ഈ ഫോണിൻ്റെ കാര്യം തന്നെ, ഇപ്പോൾ ഫോൺ തന്നെ കുട്ടികളൊക്കെയാണ് അവർക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യണം അറിയണത്. പ്രായമായ ആളുകൾ സംശയമുണ്ടെങ്കിൽ പിള്ളേരെടുത്താൽ ചോദിക്കണേ. പണ്ട് ഈ പിള്ളേർക്ക് കണക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ 3-4 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി മണ്ട ഞാൻ തലയിൽ കയറിയില്ല, എന്തെവിടെന്ന് വേട്ടുമ്പോൾ ഈ അപ്പം പറഞ്ഞാലേ മനസ്സിലാവില്ല, എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇങ്ങോട്ട് വരട്ടിരുന്നു. അതെ, ഈ ഒരു വലുപ്പമുള്ള ആകാര സൗഷ്ഠവമുണ്ടല്ലോ, ഈ വലുപ്പം, ഇത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ ചില കഥാപാത്രങ്ങൾ എടുക്കാൻ? ചില കഥാപാത്രങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് വരാൻ നേരത്തെ നമുക്ക് ഈ മരം ചുറ്റി ഓടുന്ന ക്യാരക്ടറൊന്നും എടുക്കാൻ ഒക്കില്ലല്ലോ.
ഹീറോ എന്ന് പറഞ്ഞാൽ മരം ചുറ്റി ഓടണമല്ലോ. വേണം. അത് ഒരു നോർമലി കൂടുതൽ തടിക്കുന്നത് സിനിമയിൽ മാത്രമല്ല, അല്ലാതെയും ഒരു ശകലം അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് അച്ഛൻ്റെ നിന്ന് കിട്ടിയ, അച്ഛൻ എന്നെക്കാളും തടിയനായിരുന്നു. ഒരു മികച്ച നടന് മധു സാർ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? ഒബ്സർവ് ആരാണ് കൂടുതൽ ഈ ഭൂമിയിലെ മനുഷ്യരെയും ജീവിതത്തെയും ഒബ്സർവ് ചെയ്യുന്നത്, അവനാണ് ബെസ്റ്റ് ആക്ടർ. തിരിച്ചും പറയാം, ഈ ആക്ടർ മനസ്സിലുള്ളവൻ നല്ല ഒബ്സർവറായിരിക്കും. അവന് ഈ വിവിധ കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് മനുഷ്യർ അവൻ്റെ സൊസൈറ്റി തന്നെ വ്യത്യസ്തങ്ങളെ കാണുന്നിട്ട് അവൻ നോക്കിയിട്ട് അവൻ അറിയാതെ തന്നെ അവൻ പഠിക്കും. ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോവില്ല. അത് ഭയങ്കര താല്പര്യമായി ഇത് കാണാനും പഠിക്കാനും അതുപോലെയുള്ള ഏതെങ്കിലും തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനും. അപ്പോൾ ഒബ്സർവേഷൻ അതാണ് ഒരു ആക്ടർക്ക് നമ്പർ 1 വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അതെല്ലാ ആക്ടർക്കും ഇതുണ്ട്. സക്സസ്ഫുൾ ആർട്ടിസ്റ്റിനെല്ലാം ഈ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ഒരു മികച്ച സംവിധായകന് വേണ്ട ക്വാളിറ്റി എന്താണ്? അത് ഈ ജീവിതം പഠിക്കുക എന്നുള്ളത് തന്നെ. അതിൽ കൂടുതൽ പിന്നെ വേറൊന്ന് അവിടെ ടെക്നോളജിയും കൂടെ വരുന്നു. മറ്റേ ആക്ടറിൻ്റെ കാര്യത്തിൽ അവിടെ ടെക്നോളജി വരുന്നില്ല, പക്ഷേ അത് ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. മാറി മാറി വരുന്ന മെഷീൻസ്, മാറി മാറി വരുന്ന ഉപയോഗങ്ങൾ, മാറി മാറി വരുന്ന തിയേറ്റേഴ്സ്, മാറി മാറി വരുന്ന പ്രൊജക്ഷൻ, ഈ മാറി മാറി വരുന്ന പ്രേക്ഷകൻ്റെ മനസ്സ്, ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിരിക്കണം. അതിൽ കൂടെ വേണം കഥയും കഥാപാത്രങ്ങളെയും. അപ്പോൾ ഈ ഓൾറൗണ്ട് അറിവാളിയായിരിക്കണം ഡയറക്ടർ, പ്രയത്നശീലനുമായിരിക്കണം. നല്ല മെനക്കെട്ട പണിയാണ്. ഒപ്പം അഭിനയിക്കുമ്പോൾ നമുക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു തുല്യമായി നമ്മളിലേക്ക് ഒരു പ്രകടനം എത്തിക്കുന്നു എന്ന് തോന്നിയത് ആരോടൊപ്പം അഭിനയിച്ചപ്പോഴാണ്? ഒരു ഈക്വൽ പെർഫോമർ എന്നൊക്കെ പറയില്ലേ സർ, അത് ശ്രീവിദ്യ. ഇതല്ലാത്ത ആരും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. 1-2 പടത്തിൽ ആരെങ്കിലും വന്നിട്ട് പോയി കാണുമായിരിക്കും. എൻ്റെ കൂടെ സ്ഥിരം അഭിനയിച്ചിട്ടുള്ള പഴയ ആദ്യത്തെ അംബിക, ഷീല, ശ്രീവിദ്യ, ജയഭാരതി, ശാരദ, വിദ്യ, പിന്നെ 1-2 കെ.ആർ. വിജയ. ഇവരെ നോക്കാൻ നേരത്തെ ഇവരെ ആരാണ് മോശമായത്? അവർക്ക് പറ്റിയ ക്യാരക്ടറാണ് അവർ അഭിനയിക്കുകയാണെങ്കിൽ ചിലർക്ക് തോന്നും, ചില കുട്ടികൾ അഭിനയിക്കാൻ വരുമ്പോൾ അവർക്ക് ഡയലോഗ് പറയാൻ വിഷമമുള്ളപ്പോൾ, അഭിനയിക്കാൻ വിഷമമുള്ളപ്പോൾ, നാണം കൂടുതലുള്ളപ്പോൾ ഒക്കെ. അതങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അധികം തോന്നിയിട്ടില്ല, തോന്നിയേക്കാം. ഈ പറഞ്ഞവരിൽ ഏറ്റവും മികച്ചൊരു അത് പറയാൻ ഞാൻ പറഞ്ഞു, എല്ലാം ഓരോ വിധത്തിലാണ്. ഇപ്പോൾ ശാരദ അഭിനയിക്കുന്ന നല്ല റോളുകൾ ശ്രീവിദ്യയ്ക്കോ ഷീലയ്ക്കോ ഒക്കില്ല. ഷീല അഭിനയിക്കുന്ന ശാരദയ്ക്കും പലതും ഒക്കില്ല. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ്. ഇന്നയാൾ മെച്ചം, ഇന്നയാൾ ചെയ്യുന്ന ക്യാരക്ടർ മെച്ചം എന്നുള്ളതല്ലാതെ ഇന്നയാളിനേക്കാളും മെച്ചം അല്ലെങ്കിൽ മോശം എന്ന് പറയാനൊക്കില്ല. അവരെല്ലാം ഈക്വലി ക്വാളിഫൈഡാണ്. അവിടെ തൂക്കി നോക്കിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഒരാൾ ചെയ്യുന്നത് അല്ലെ പലതും, ഒരാൾ എല്ലാ ക്യാരക്ടറും എല്ലാവരും ചെയ്യും. പക്ഷേ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിനും ചെയ്യാൻ എത്ര വലിയ ആളാണെങ്കിലും ഒത്തില്ലാതെ വരും. അതിപ്പോൾ കാണാമല്ലോ. ഇപ്പോൾ പഴയ പടങ്ങൾ റീമേക്ക് ചെയ്യാൻ നേരത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് ബോധിക്കും.